പോരെ? അങ്ങോട്ട് പോകണ്ട, കാണത്തില്ല. ഇങ്ങോട്ട് പോരാ മതി. ഇല്ല, അവിടെ 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 ഇരുന്നു. അപ്പം അവിടെ ഇരുന്നു, ആ കല്ലല്ലിരുന്നു. മുമ്പ് ഉണ്ടാക്കിയ വീടാണെങ്കിലും ഇപ്പോൾ ഇത് ആധുനിക സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. നല്ല കിച്ചണുണ്ട്, വൈഫൈ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് അല്ലേ? അതുപോലെ തന്നെ കിണർ, കിണറ്റിൽ നിന്നാണ് ഇവിടെ നമ്മുടെ വെള്ളം എടുക്കുന്നത്. അതുപോലെ തന്നെ ഏത് വണ്ടിയും, ഏത് പൊന്തിയ വണ്ടിയും ഇതിൻ്റെ മുമ്പിൽ വന്ന് വരാം. അങ്ങനെ മലയോരങ്ങളിൽ നിന്നും ആളുകൾ മേലെ ഇറങ്ങിപ്പോകുന്ന സമയങ്ങളിൽ ഇപ്പോൾ ഇതാ അത് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ 100 വർഷങ്ങൾക്ക് മുമ്പ് റോഡ് സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തുണ്ടാക്കിയ ഒരു തടിപ്പെരയാണിത്. ഇവിടെ അതിൻ്റെ വിശേഷങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥനും നമ്മുടെ ഹെറിറ്റേജിൻ്റെ ഉടമയായ രഞ്ജി സംസാരിക്കുകയാണ്. ഇവിടെ നിന്നേ അപ്പോൾ രഞ്ജിയൊക്കെ ഇവിടെയല്ലേ ഉണ്ടായത്? അപ്പനൊക്കെ ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തടിയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ തന്നെയല്ലേ അന്ന് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ അന്ന് ഈ പിന്നെ എല്ലാം കൈ കൊണ്ടുള്ള മനുഷ്യപ്രയത്നം മാത്രമേ ഉള്ളൂ ഈ തടികളെല്ലാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതുണ്ടോ, ഇതിൻ്റെ ആ നടയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല കല്ല് പിന്നെ കീറി കൊത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ സൗകര്യങ്ങൾ നോക്കാം. പഴയ വീട് അത്രയും വർഷങ്ങളായതുകൊണ്ട് തടിക്കൊന്നും യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. ചെത്തല യാതൊന്നുമില്ല, നല്ല കാതൽ തടി തന്നെയാണ്. ഇതേപോലെ തന്നെ മുറികൾ എത്ര എണ്ണം ഉള്ളത്? 6 മുറികളുണ്ട്. ടൂറിസം വകുപ്പ് കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ്. കോട്ടയം ജില്ലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളൊക്കെ ഇത് സ്കാൻ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ജില്ലയുടെയും ഗൂഗിൾ മാപ്പിൽ ഇതുണ്ട്. അതായത് വർക്കീസ് വില്ല ഹെറിറ്റേജ്. മലയോരങ്ങളിലെ വീടുകളിൽ, അതും പഴയ ഇങ്ങനെയുള്ള സൗകര്യമുള്ള വീടുകളിൽ വന്ന് താമസിക്കുവാൻ നമ്മുടെ പാരമ്പര്യമുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങളിലും അല്ലാതെയുള്ള പഴയ പ്രാചീന കുടുംബങ്ങളോ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ ഹരമാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് പറഞ്ഞു. കാരണം പൂർവ്വജീവിതമൊക്കെ അനുസ്മരിക്കാനൊക്കെ സാധിക്കും. തന്നെയുമല്ല, ഏറ്റവും നല്ല അന്തസ്സായിട്ട് വളരെ സൗകര്യപ്രദമായിട്ട് യാതൊരുവിധ തരത്തിലുള്ള ഒരു ശല്യങ്ങളുമില്ലാതെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ താമസിക്കാൻ, 1 ദിവസം 2 ദിവസമൊക്കെ താമസിക്കാൻ അങ്ങേയറ്റം യോജിക്കുന്ന ഒരു സ്ഥലമാണിത്. ഞാൻ താഴെ അരുവിയൊക്കെ കാണിച്ചു, അരുവിയിൽ ഞാൻ കുളിക്കുന്നത് കാണിച്ചു. ഇതുപോലെയുള്ള പ്രകൃതിയുടെ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ മനോഹാരിതയെല്ലാം ചേർന്നിരിക്കുന്ന ഒരു വീടാണ്, അല്ലെങ്കിൽ ഹെറിറ്റേജാണ്. നമ്മുടെ ഇതിൻ്റെ ഉടമസ്ഥൻ തന്നെയാണെങ്കിലും
തനി കൃഷിക്കാരനാണ്. എല്ലാവിധ കൃഷികളും നമ്മുടെ ഇവിടെയുണ്ട്. ജാതീയ ഫലവൃക്ഷങ്ങൾ എല്ലാം ഉണ്ട്. റംബുട്ടാന്, പ്ലാവ്, തെങ്ങ്, പിന്നെ എസ്റ്റേറ്റായിട്ടുള്ള റബ്ബർ, ഇതെല്ലാം ഉള്ള ഒരു അതിമനോഹരമായ സൗകര്യമായ ശാന്തമായ ഒരു ഏരിയയാണ്. എൻ്റെ അടുത്തെങ്ങും ഒരു വീടുകൾ പോലുമില്ല. എന്നാൽ വീടുകളില്ലെങ്കിലും മറ്റു തരത്തിലുള്ള യാതൊരുവിധ ശല്യങ്ങളുമില്ല. വളരെ ശാന്തമായിട്ട് ആരുടെയും ഒരു പ്രശ്നവുമില്ലാതെ കൊണ്ട് നന്നായിട്ട് നമുക്ക് ഇവിടെ വെളിയിൽ തന്നെ ഇരുന്ന് ഇവിടുത്തെ ഒരു കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലമാണ് ഇത് എന്ന് കൂടി അറിയിക്കുന്നു. ഓക്കെ, ഇത് പറഞ്ഞാൽ വളരെ ഒരു പ്രാചീനമായിട്ടുള്ള ഒരു ഉപകരണമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ ഇത് ചിലർക്കൊന്നും അറിയത്തില്ല എന്താണെന്നുള്ളത്. ഇതാണ് കുഴികല്ല്. ഈ കുഴികല്ലിൽ 100 കിലോ കാപ്പി കുരു കുത്തി തെളിച്ചെടുക്കുന്നതായിരുന്നു പണ്ട്. ഇതിപ്പം മൂടി അല്ല മണ്ണിനകത്തോട്ട് അല്ലേ കുഴിച്ചിടും അല്ലേ? ഇത്രയും വരുള്ളൂ. ഇതിൻ്റെ വരെ കുഴിച്ച് മണ്ണിനടി കിടക്കും. എന്നിട്ട് ഒലക്ക കൊണ്ട് ഇങ്ങനെ കുത്തുകയാണ്. സ്ത്രീകളാണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ? ഒരു സ്ത്രീ തന്നെ എത്ര ഒരു ദിവസം മുഴുവൻ അല്ല ഒരു ദിവസം മുഴുവൻ ഈ പണി ചെയ്യുമോ? നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോഴുള്ള പിള്ളേരൊക്കെ നല്ല സ്പോർട്സ്മാനും വുമണൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെയുള്ള ഒരു പണി ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ പോലും ചെയ്യുകയല്ലെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. അതുപോലെയാണ് ഇതിൻ്റെ ശക്തമായിട്ടുള്ള ഇടി. 2 കൈകളും കൂടെ പൊക്കിയും താഴ്ത്തിയും ചെയ്യുന്ന ജോലിയാണിത്. ഇത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ഓരോരുത്തർ ഇത് കാണത്തില്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് കുഴികല്ല്. ഈ സ്ഥലം ഈരാറ്റുപേട്ട വാഗമണ്ണ് റൂട്ടിൽ വേലശ്ശേരിയിൽ നിന്നും 2 കിലോമീറ്റർ മുമ്പിലോട്ട് പോകുന്ന വഴിക്കാണ്.